ആരാ മോളെ വിളിക്കുന്നത്? അതെന്റെ ഒരു ഫ്രണ്ട് അങ്കിൾ. ഒരു മിനിറ്റ്. ജോബിന് ഡേയ്സിയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരികയല്ലേ. മമ്മി അടുത്ത ദിവസം കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, എന്നെങ്കിലും ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവല്ലോ. ഡേയ്സിയെ കൂട്ടി വീട്ടിലേക്ക് വന്നാൽ മതി. ഹലോ അപ്പു. മാളു, നീ എവിടെയാ? ഞാനിപ്പോ ഹോസ്പിറ്റലിലാ, VP അങ്കിളുടെ അടുത്ത്. അവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഗീത ആന്റിയും ജോബിൻ ഡോക്ടറും ഉണ്ട്. എല്ലാവരുടെ അടുത്താണോ നീ? ഇല്ല, ഞാനിപ്പോ കോറിഡോറിലേക്ക് ഇറങ്ങി. നീ പറഞ്ഞോ, നീ എവിടെയാ? എന്താ നീ ഇങ്ങനെ എല്ലാരും മാറി നിൽക്കുന്നേ? അതൊക്കെ പറയാം. എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ, നിന്നെ മാത്രമായിട്ട്. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ നമ്മുടെ ഹോസ്പിറ്റൽ റോഡിലുണ്ട്. നീ ഒന്ന് വരുമോ? നീ അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ എത്താം. പിന്നെ ഞാൻ വിളിച്ചെന്ന് ജോബിൻ ഡോക്ടറോട് പോലും പറയണ്ട കേട്ടോ. ശരി, ഞാൻ ഉടനെ എത്താം. ആ ജോബിൻ, ഡോക്ടറെ കണ്ടിട്ട് എന്നെ എന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒന്ന് ചോദിക്കണം. ശരി അങ്കിൾ. ആന്റി, എന്റെ ഫ്രണ്ട് ഇവിടെ ഒരാളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ എന്നെയും കാണണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നോ? ആ, ഞാനൊന്ന് പോയിട്ട് വരാം ആന്റി. പോയിട്ട് മാള് ഇങ്ങോട്ട് വരുമോ അതോ? ഇല്ല ആന്റി, ഞാൻ തിരിച്ചു വീട്ടിൽ പോവും. പറ്റുമെങ്കിൽ നാളെ വരാം. ആ, അത് മതി മോളെ. അല്ല, ജോബിൻ കൂടെ പോകുന്നില്ലേ? ഇല്ല അങ്കിൾ, ഞാൻ തനിച്ചു പൊക്കോളാം. ശരി ആന്റി, ഞാൻ പോയിട്ട് വിളിക്കാം. ജോബിനിപ്പോ ഇറങ്ങുന്നുണ്ടോ? ഉവാൻറ്റി, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. സാരമില്ല, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് പൊയ്ക്കോളാം. ശരി. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തൊന്നുമല്ല. എന്നാൽ ഈ ഒരു അവസരത്തിൽ നീ ഇങ്ങനെ മാറി നിൽക്കരുതായിരുന്നപ്പോ. ശരിയാ, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാനിങ്ങനെ സ്വയം ഒഴിവാവാൻ പാടില്ലായിരുന്നു. ഏതു നേരവും അമ്മയ്ക്കൊപ്പം വേണമായിരുന്നു. ഒക്കെ എനിക്കറിയാമാണ്. പക്ഷേ എൻ്റെ പ്രസൻസിനേക്കാളും അമ്മയ്ക്കിപ്പോൾ ഗുണം ചെയ്യുന്നത് എൻ്റെ ആബ്സൻസാ. അത് വ്യക്തമായി മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആന്റി നിന്നോട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണോ നിനക്ക് അങ്ങനെ തോന്നിയത്? എങ്കിലത് വെറുതെ ആപ്പോ. അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ആരായാലും അങ്ങനെ വയലന്റ് ആയി പോവില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗീതാന്റെ എത്ര നാളായി ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കുന്നു. നിന്റെ ഈ തീരുമാനത്തിന് ശേഷം സ്വസ്ഥമായും സമാധാനമായും ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം കഴിയാൻ ആ പാവത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ കാര്യം മാത്രമല്ലല്ലോ, അതിനേക്കാൾ ക്രൂഷ്യൽ ആയിരുന്നല്ലേ VP അങ്കിളുടെ കാര്യം. എല്ലാം ആന്റി ഒറ്റയ്ക്കല്ലേ മാനേജ് ചെയ്യുന്നത്. ആന്റിയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഇത്രയൊന്നും പിടിച്ചു നിൽക്കുമായിരുന്നില്ല. ഒന്നെങ്കിൽ സ്വയം അവസാനിപ്പിച്ചെന്നെ, അല്ലെങ്കിൽ ഇപ്പൊ നീ ചെയ്ത പോലെ എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെന്നെ. അതിനൊന്നും നിൽക്കാതെ പിടിച്ചു നിൽക്കാനല്ലേ പാവ ശ്രമിക്കുന്നത്. മനസ്സിലായി. അതിനിടയിൽ എപ്പോഴും വീണൊരു വാക്കിന്റെ പേരിൽ ഞാൻ അമ്മയെ വിട്ടു പോരാൻ പാടില്ലായിരുന്നു. അതല്ലേ നീ ഉദ്ദേശിച്ചത്? മാളു, ഞാൻ അമ്മയെ ഉപേക്ഷിച്ച് പോരല്ലായിരുന്നു. എന്നോട് ദേഷ്യപ്പെട്ട ആ സമയത്ത് മാത്രമല്ല, അല്ലാതെയും അമ്മയുടെ മനസ്സ് കൃത്യമായി ഞാൻ വായിച്ചിരുന്നു. ശരിയാണ്, VP ഞാനും അമ്മയ്ക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാ. എന്നാലും രണ്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് VP തന്നെയായിരിക്കും. അത് മുമ്പ് പല സന്ദർഭങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയാൻ നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ ഒഴിവാക്കാൻ BP ആഹാരത്തിൽ വിഷം ചേർത്തു എന്നറിഞ്ഞ ആ നിമിഷം
വേറെ ഏതൊരു സ്ത്രീയാണെങ്കിലും അവരൊരു അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആ നിമിഷം അവർ ഭർത്താവിനെ ഒഴിവാക്കി സ്വന്തം കുഞ്ഞിനെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അല്ലെങ്കിൽ ഭർത്താവിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുമായിരുന്നു. പക്ഷെ അമ്മ അത് ചെയ്ത കുറച്ച് പണം എന്റെ പേഴ്സിൽ തിരികെ വെച്ച് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടായിരുന്നു. ഇത് ഒരു സന്ദർഭം മാത്രമാണ്. ഇതുപോലെ ഞാനും ബിപിയും അമ്മയ്ക്ക് ഇരുപുറം നിന്ന് കൊമ്പ് കോർത്ത പല സന്ദർഭങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ അമ്മ എപ്പോഴും ബിപിക്കൊപ്പമായിരുന്നു. അത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അമ്മ എന്നെക്കാൾ കൂടുതൽ ബിപിയെ സ്നേഹിക്കുന്നുണ്ടാ. നീ പറയും പോലെ അതെന്റെ വെറും തോന്നലല്ല മാളു. ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. എന്നെ ചേർത്ത് പിടിക്കുമ്പോഴും എന്നെ ചേർത്ത് സങ്കടപ്പെടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അമ്മ അറിയാതെ ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനൊരു ജന്മം എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിലെന്ന്. അത് അമ്മയുടെ കുറ്റമല്ല മാളു, എന്റെ ജന്മത്തിന്റെ കുറ്റം. അത് ഇനിയെങ്കിലും ഞാനൊന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോ സാരമില്ല, എനിക്കതില് അമ്മയോട് പിണക്കോ പരാതിയോ ഒന്നുമില്ല. എനിക്കറിയാം അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്, ഇപ്പൊ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മനസ്സുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്നത് എന്റെ അസാന്നിധ്യം തന്നെയാ. ഞാനിവിടെ ഉണ്ടെങ്കിൽ ബിപിയെ നഷ്ടപ്പെടുമെന്ന് അമ്മ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി ബിപി എന്നെ കാണുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു പുരുഷനായി തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അച്ഛന് വേണ്ടി അമ്മ ഇനിയും ഒരു കോംപ്രമൈസിന് ആവശ്യപ്പെട്ടേക്കും. അത് പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അങ്ങനെ എല്ലാ വശവും ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നിന്റെ ഭാഗം കേൾക്കുമ്പോ നിന്നെ കുറ്റം പറയാൻ തോന്നുന്നില്ല. അപ്പോ നീ ചെയ്ത ശരിയായിരിക്കും. അല്ല, ഡോക്ടർ എന്ത് പറഞ്ഞു? സർജറി ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാവും. യൂട്രസ് റിമൂവൽ കഴിഞ്ഞാൽ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ പുരുഷ ജന്മത്തിലേക്ക് മെല്ലെ കടന്നു തുടങ്ങും. അതിനു മുമ്പ് എനിക്ക് ഈ കൊല്ലത്തിൽ നിന്നെ ഒന്ന് കാണണം തോന്നി. അതാ ഞാൻ വരാൻ പറഞ്ഞു. മാളു, നിന്റെ അപ്പു ഇനി മറ്റൊരാളാവാൻ പോവാ. ഈ ജന്മത്തിലും ആടാൻ പോകുന്ന അടുത്ത ജന്മത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിന്നെ ആയിരിക്കും മോളെ. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ ഡോക്ടർ ഉള്ളതുപോലെ നാളെ എന്റെ ലൈഫിൽ മറ്റൊരാൾ വന്നേക്കാം. പക്ഷെ അപ്പോഴും അവരൊന്നും നമുക്ക് പകരാവില്ലല്ലോ, അല്ലടി? നീ പറഞ്ഞ ശരിയാ. ചിലപ്പോ തോന്നും കഴിഞ്ഞതെല്ലാം മറന്ന് ജീവിതം ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇപ്പൊ വിപിങ്ങളുടെ കാര്യം കണ്ടില്ലേ, അനുഭവിച്ചതൊന്നും ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ അങ്കിളിനിപ്പം നിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ആ സ്നേഹത്തിന് ഞാൻ ആരാണെന്ന് അറിയും വരെയുള്ള ആയുസേ ഉള്ളു മാളു. അത് കഴിഞ്ഞ് കഥ പഴയത് തന്നെയാവും. മറവി ചിലർക്കൊക്കെ അനുഗ്രഹവും മറ്റു ചിലർക്ക് ശാപമാണെന്നും പറയാറില്ല. അതൊക്കെ നമ്മുടെ ജീവിതം ഉദ്ദേശിച്ചാവും. പിന്നെ നിന്റെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഡോക്ടർ എന്ത് പറയുന്നു? ആ, സുഖം. അപ്പനെ വിളിക്കാറില്ലേ? ഇല്ല. ഒരുപക്ഷെ ഞാൻ അവിടെ നിന്ന് പോകുന്നതിന്റെ ദേഷ്യമാവും എന്നോട്. ഞാനും പിന്നെ അങ്ങോട്ട് വിളിച്ചില്ല. അതുപോട്ടെ, എന്തായി നിങ്ങളുടെ US-ലേക്കുള്ള പോക്ക്? അതൊന്നും ഇനി നടക്കും തോന്നില്ല. അപ്പോ അഥവാ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ഡോക്ടർ തനിച്ചായിരിക്കും. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല അപ്പോ. അത് വെറുതെ. നിന്റെ മുഖം കണ്ടാ എനിക്കറിയാലോ. എന്താടി, എന്താ പ്രശ്നം? ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിക്കണോ? ഏയ്, അതിൻ്റെ ഒന്നും കാര്യമില്ല അപ്പോ. എല്ലാവരുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ ഇഷ്യൂസ്, അത്രേ ഉള്ളൂ. എല്ലാം ഞാൻ നിന്നോട് പറയാം, ഇപ്പോഴല്ല, പിന്നെ. നീ കാര്യം ഡോക്ടറോടും DC ആന്റിയോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്ന് ഞാൻ പോട്ടെ അപ്പോ. ഇത്രയും നേരം പഴയ അപ്പവും ആളും ആവാൻ കഴിഞ്ഞല്ലോ നമുക്ക്. താങ്ക്സ് ഡി. മറ്റേ കുട്ടിക്ക് സുഖമല്ലേ ആതിര? ആ, സുഖം. എന്റെ അന്വേഷണം പറയട്ടോ. പറയാം. അപ്പൂന്റെ ആഗ്രഹം പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ.
മാളവിക, താനിത് എവിടെ പോയിട്ട് വരാ? അറിഞ്ഞിട്ട് മിസ്റ്റർ അരുൺ ഭാസ്കറിന് എന്ത് വേണം? മാഡം എന്നോട് ദേഷ്യത്തിലാണല്ലോ. എനിക്കൊന്നും വേണ്ട. മാഡം ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നുണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ, ഞാൻ ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ട് അരുൺ ഭാസ്കറിന് സങ്കടം വരുന്നുണ്ടോ? അതോ എന്നെ തന്റെ ഈ ബുള്ളറ്റിൽ വീട് വരെ ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ചോദ്യം സിൻസിയർ ആയിട്ടാണെങ്കിൽ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കയറുന്നോ? ആ അല്ല, താനിപ്പോ തന്റെ വീട്ടിലാണോ താമസിക്കുന്നത്? അതറിഞ്ഞിട്ട് ഇപ്പൊ തനിക്കെന്ത് വേണം? ചുമ്മാ ചൂടാവാതെ സുഹൃത്തെ. അല്ല, ഡോക്ടർ സ്ഥലത്തുള്ളപ്പോഴും താനെന്തിനാ ഇങ്ങനെ തന്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുന്നത്? അല്ല, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവണമെന്ന് അരുൺ ഭാസ്കർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അതിന്റെ കാരണം എന്താണെന്ന് തനിക്ക് മനസ്സിലാഞ്ഞിട്ടാണോ, അതോ മനസ്സിലായില്ലെന്ന് അഭിനയിക്കാണോ? ടു ബി വെരി ഫ്രാങ്ക്, താനും ഡോക്ടറുമായി തല്ലിപ്പിരിയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ തന്നോട് മുമ്പ് പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോഴും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ അതിന് കൃത്യമായ മറുപടിയൊന്നുമില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടപ്പെട്ട പെൺകുട്ടി താനായതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ മറക്കാൻ പറ്റാത്തത്. എടോ, താനൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പു എന്നൊരാൾ നമുക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് താൻ എൻ്റെ ഭാര്യയായി കഴിയേണ്ടിരുന്ന ആളാ. അങ്ങനെ ഓരോന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വല്ലാത്തൊരു നഷ്ടബോധമുണ്ട് മാളവിക. അരുൺ, താൻ ഈ സംസാരിച്ചു വരുന്നത് എന്താണെന്നും എങ്ങോട്ടാണെന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ലെന്ന് തനിക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് താൻ എന്നോട് റിവെഞ്ച് എടുത്ത രീതിയും എനിക്കിഷ്ടായി. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാം അരുൺ, താൻ ഇനി എന്റെ ജീവിതം എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ തന്നോട് റിവെഞ്ച് എടുത്തെന്നോ? മാളവിക എന്തൊക്കെയായി പറയുന്നേ? എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് അരുൺ ഭാസ്കറിന്റെ വിചാരം? അതിരിക്കട്ടെ, താൻ എന്റെ ഭർത്താവിനെ കാണിക്കുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ ഫോട്ടോ എങ്ങനെ എന്റെ ഷെൽഫിൽ വന്നു? അതുമായിട്ട് താൻ ആരെയാ എന്റെ വീട്ടിലേക്ക് വിട്ടത്? ഏത് ഫോട്ടോ? ഞാൻ ആരെ പറഞ്ഞു വിട്ടെന്നാ? മാളവിക, താൻ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ ധാരണകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിന്റെ പേരിൽ ഞങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മുതലെടുക്കാമെന്ന് അരുൺ ഭാസ്കർ വിചാരിക്കേ വേണ്ട. മാളവിക, ഞാൻ താൻ കരുതുന്ന പോലെ ഒരു വുമണൈസറോ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്ന ഒരാളല്ല. തന്നോട് എനിക്കുള്ള ഭ്രാന്തമായ സ്നേഹം എത്രയാണെന്ന് തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. സ്റ്റോപ്പ് ഇറ്റ് അരുൺ. തന്റെ ഇമാതിരി വർത്താനൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇനിയും താൻ എന്നെ തന്റെ ഭ്രാന്തമായ സ്നേഹം അറിയിക്കാനാ ഉദ്ദേശമെങ്കിൽ താൻ ഇതിന് വല്ലാതെ അനുഭവിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞേക്കാം. താനെന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? അല്ല, ഭീഷണിയൊന്നുമല്ല. ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ആ മുന്നറിയിപ്പ് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നു മാളവിക. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് തന്നോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ തന്റെ ഭർത്താവ് ചെയ്തത് വളരെ ചീപ്പായിപ്പോയി. സോറി, താനെന്താ ഉദ്ദേശിച്ചത്? അല്ല, താൻ ഡോക്ടറെ എത്രമാത്രം സിൻസിയർ ആയിട്ടാണ് സ്നേഹിക്കുകയും ഒപ്പം ജീവിക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതുവരെ അയാൾക്കത് മനസ്സിലായില്ലല്ലോ. ശരിയാണ്, എനിക്ക് തന്നോടുള്ള ഇഷ്ടം ഞാൻ തന്നെ അറിയിച്ചു. അത് ചിലപ്പോൾ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ അയാൾ തന്നെ അവിശ്വസിക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ താൻ അയാളെ എത്ര സ്നേഹിച്ചിട്ട് എന്താടോ കാര്യം? തന്റെ ഭർത്താവ് എന്നെ കാണാൻ വന്നിരുന്നു. നമ്മൾ തമ്മിൽ ഇപ്പോഴും മറ്റൊരർത്ഥത്തിൽ ബന്ധമുണ്ടോന്ന് ഒരു ഉളുപ്പില്ലാതെ അയാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ എനിക്ക് അയാളുടെ ക്യാരക്ടർ മനസ്സിലായി. ഇങ്ങനെ ഭാര്യയെ വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം തന്നെ ആത്മാർത്ഥമായി ഇപ്പോഴും സ്നേഹിക്കുന്ന എന്നോട് ഇത്തിരി കരുണ കാണിക്കുന്നതല്ലേ. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ താൻ തന്റെ മണവാളനോട് തന്നെ പോയി ചോദിച്ചു നോക്ക്. സത്യം പറയല്ലോ മാളവിക,
അയാൾ അത് എന്നോട് നേരിട്ട് ചോദിച്ചപ്പോ അതുവരെ അയാളെ കുറിച്ചുണ്ടായിരുന്ന എല്ലാ ഇംപ്രഷനും പോയി. ശരിക്കും പറഞ്ഞ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തന്നെ പോലൊരു നല്ല പെണ്ണിനെ അവിശ്വസിക്കാന്നൊക്കെ പറഞ്ഞ അയാളെക്കാളും കൂടുതൽ മാർക്ക് എനിക്കാ. എന്താ, തനിക്ക് മറുപടി ഒന്നും പറയാനില്ലേ? ഇതിനുള്ള മറുപടി ഞാൻ പറയേണ്ടടുത്ത് ബോധിപ്പിച്ചോളാം. നീ എന്താ കൊച്ചെ താമസിച്ചത്? ഡോക്ടർ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അതെ, ജോബിന് നിന്നോട് സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. വന്ന ഉടനെ നീ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നീ എങ്ങോട്ടാ പോയത്? അപ്പു വിളിച്ചിരുന്നു. ഞാൻ അപ്പുനെ കാണാൻ വേണ്ടി പോയതാ. എങ്കിൽ ആ കാര്യം നിനക്ക് ഡോക്ടറോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? ആരോടും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് നീ പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നാണല്ലോ ജോബിൻ പറഞ്ഞത്. അമ്മേ, ഗീതാന്റിയോട് ഞാൻ കാര്യം പറഞ്ഞിട്ടാ പോയത്. വിജയങ്കിള് കേൾക്കെ അപ്പുവിന്റെ കാര്യം പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എങ്കിൽ ആ വിവരം നിനക്ക് ജോബിനെ ഫോൺ ചെയ്ത് അറിയിച്ചൂടായിരുന്നോ? ചെല്ല്, ജോബിൻ റൂമിലുണ്ട്. ചെന്ന് അവനുമായിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്ക്. അഥവാ ജോബിൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാലും നീ അതിനെ എതിർക്കാനോ തർക്കിക്കാനോ ഒന്നും പോവണ്ട. പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരു അവസാനം ആവുമെങ്കിൽ അതിങ്ങനെ അങ്ങ് തീരട്ടെ മാളൂ. അതുകൊണ്ടല്ലേ അമ്മ പറയുന്നത്. ആദ്യത്തെ ഒരു ദേഷ്യപ്പെടലൊക്കെ ഉണ്ടാവും മോളെ. പിന്നെ അനുനയത്തോടെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മോളാ. ആ, അമ്മ പറയുന്നത് പോലെ ഇന്നുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർക്കണം. ഇതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവത്തില്ല മോളെ. അതുകൊണ്ടല്ലേ നീ ഇവിടെ അങ്ങോട്ട് ചെല്ല ശ്രുതി. നിന്റെ മുമ്പിൽ വെച്ചാവുമ്പോഴേ അവരുടെ സംസാരം കൂടുതൽ കടുക്കില്ലല്ലോ. വേണ്ടമ്മേ, അത് ശരിയാവില്ല. അവര് തമ്മിൽ സംസാരിക്കട്ടെ, അതാ നല്ലത്. ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങോട്ടായിരുന്നു ഇത്ര അർജന്റ് ആയിട്ട് പോയത്? അപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിവരം BP അങ്കിളിനെ അറിയിക്കാൻ പറ്റില്ലല്ലോ. അത് അവിടെ വെച്ചൊന്നും പറയാതെ പോയത്. വിളിച്ചത് അപ്പു തന്നെയാണോ അതോ? എന്താ ചോദിച്ച കേട്ടില്ലേ? പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഡോക്ടർക്ക് എന്റെ കോൾ ലോഗ് നോക്കാം. ഓ, ഇത്രയും കള്ളത്തരങ്ങൾ സമർത്ഥമായി ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്നിട്ട് അപ്പുനെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. ഇനി എന്താ അറിയേണ്ടത്? അപ്പുനെ മാത്രമേ കണ്ടുള്ളോ അതോ കൂട്ടത്തിൽ മറ്റാരെങ്കിലും കൂടി കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു? എന്താ അത് ചോദിച്ചപ്പോ തന്റെ മുഖത്തൊരു പരിഭ്രമം? കമോൺ മോളു, ആൻസർ മീ. താൻ പോയത് അപ്പുനെ കാണാൻ മാത്രമായിരുന്നോ അതോ? പറയണം. ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്താ എന്റെ ക്വസ്റ്റ്യൻ ജെന്യൂൻ എല്ലാം തോന്നുന്നുണ്ടോ? അപ്പുനെ കാണുന്നത് ഒരു മറയായിരുന്നു. ആക്ച്വലി തനിക്ക് കാണേണ്ടത് അരുൺ ഭാസ്കറിനെ ആയിരുന്നു അല്ലേ?